യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന കമ്പനി. രാജ്യവ്യാപകമായി 600-ലധികം സർവീസുകളാണ് ഇന്ന് തടസ്സപ്പെട്ടത്. വിഷയം കൈകാര്യം ചെയ്തതിൽ ഇൻഡിഗോയെ കേന്ദ്ര സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചു. ഫെബ്രുവരിയോടുകൂടി മാത്രമേ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തൂ എന്നാണ് ഇൻഡിഗോ അധികൃതരുടെ വിശദീകരണം. തുടർച്ചയായ 3-ാം ദിവസവും ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കിയതോടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ വിമാനത്താവളങ്ങളിൽ കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. കമ്പനി അധികൃതർ ബദൽ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കിയില്ലെന്നാരോപിച്ച് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പ്രതിഷേധിച്ചു. ഫ്ലൈറ്റ് ക്യാൻസൽ കർ ദോ നാ, ക്യൂ കർ രഹേ ഹോ പരേശാൻ സബ്കോ. ഗുവാഹത്തി വിമാനത്താവളത്തിൽ രോഗികൾ ഉൾപ്പെടെ 40ഓളം മലയാളികൾ കുടുങ്ങി. 4-ാം തീയതി വെളുപ്പിന് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഫ്ലൈറ്റ് റീഷെഡ്യൂളായി, വൈകുന്നേരം 6 മണിക്കെന്ന് പറഞ്ഞു. ഇനിയും കൺഫേം ആയിട്ടില്ല ഫ്ലൈറ്റ് പോകുന്ന കാര്യം, അത് ഏത് ഫ്ലൈറ്റ് ആണെന്ന കാര്യം ഇനിയും കൺഫേം ആയിട്ടില്ല. കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൈയൊഴിഞ്ഞ ലക്ഷണമാണ് എല്ലാവരോടും. ഒരുപാട് 10-40 മലയാളികളോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കരിപ്പൂരിൽ നിന്നും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സപ്പെട്ടതോടെ ജോലിക്ക് കയറേണ്ട യാത്രക്കാർ പ്രതിസന്ധിയിലായി. മുംബൈയിൽ നിന്ന് 100-ലേറെയും ചെന്നൈയിൽ നിന്ന് 20-ലേറെയും സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 4 സർവീസുകൾ തടസ്സപ്പെട്ടു. ഉജൈറ കണ്ണൂർ വിമാനം റദ്ദാക്കി. ദോഹ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിട്ടു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്നത്തെ സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കി. യാത്രയ്ക്ക് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കണമെന്നാണ് വിമാന കമ്പനിയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.